ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു യാത്ര പോകുന്നെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഫിനിഷായി, ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. വീട്ടിൽ നിന്ന് ഞാനും അമ്മയും ആൻറ്റിയുടെ മോനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് ഊമയായി. എന്തേ കണ്ട അമ്മയുടെ സ്നേഹം ആൻറ്റിയോടുള്ള. എന്തേ ഇത് ബാഗൊക്കെ ആരെടുക്കും? അയ്യോ ഞാൻ അപ്പോഴത്തേക്ക് തന്നെ ഇത് വലുത് ഇതാണ് സഞ്ജു, അനിയൻ്റെ കൂട്ടുകാരൻ. ഓ അടുത്ത ബാക്കി ബാഗ് കൂടെ അത് കുറച്ച് മോള് പോണേടാ. പെട്ടിയും പാണ്ടവുമായിട്ട് നാട് വിട്ട്. ഏതൊരു കാരണം ഗൈസ് അമ്മ അങ്ങനെ ഇപ്പോ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിന് ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട്. നമ്മൾ 4 പേരും ഫസ്റ്റ് ടൈമാണ് കയറിയിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് കയറുന്നത്, ഇതുവരെ കയറിയിട്ടില്ല. ഗൈസ് അങ്ങനെ നമ്മള് ഫസ്റ്റ് ടൈം പോയാണ്. ആർക്കും ഒരു എത്തും പിടിയില്ല അങ്ങനെയാ പോകുന്നേന്ന്. ഏത് വഴിയാടാ പോവേണ്ടത്? ആരൊക്കെയോ പോകുന്നു, അതിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് ഗൈസ്. അമ്മേ എങ്ങോട്ടടാ? അപ്പൊ അങ്ങോട്ട് കുറച്ച് പേര് പോയല്ലോ. അതുപോലെ നമുക്ക് വഴി തെറ്റിയിരിക്കുകയാണ്. ഇല്ല വഴി തെറ്റിയില്ല, നമ്മൾ കറക്റ്റ് വഴിയിലാണ് പോകുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം പോയാണ്. ആർക്കും ഒരു എത്തും പിടിയില്ല അങ്ങനെയാ പോകുന്നേന്ന്. ഏത് വഴിയാടാ പോവേണ്ടത്? ആരൊക്കെയോ പോകുന്നു, അതിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണ് ഗൈസ്. അമ്മേ എങ്ങോട്ടടാ? അപ്പൊ അങ്ങോട്ട് കുറച്ച് പേര് പോയല്ലോ.
വെയിറ്റ് കൊണ്ട് നിന്ന് ഗേസ്. അതിനെ അവിടെ കൊണ്ടുപോയി അത് കൊണ്ടുപോവാം. ഇപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിനുള്ളിലാണ്. ഇനി ഇവിടെ നിന്ന് ഫ്ലൈറ്റ് നമുക്ക് 9:40 ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ കീറിക്കൊണ്ടിരിക്കും. എന്തേ അവിടെ ഇരിക്കാം. നമ്മ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാനാണ് പ്ലാന്. ഇതാണ് എൻ്റെ ഒരനിയൻ. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചുറ്റിക്കറങ്ങാൻ കയറിയതാണ്. ഇപ്പം എത്ര മണിയാടാ? 8 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് 9:40 നമുക്ക് ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിതുകൊണ്ടാണ് പണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എയർ ഹോസ്റ്റർ ആവണമെന്ന്. ഇനി പറ്റൂലടാ പണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്യാബിൻ ക്രൂ ആവണമെന്ന്, എയർപോർട്ടിലൊക്കെ കയറണമെന്ന്. പക്ഷേ എയർപോർട്ടിൽ കയറാൻ ഇങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇങ്ങനെയെങ്കിലും അവസരം കിട്ടിയോ? കിട്ടാതെ എത്ര പേരുണ്ട്? കേക്ക് കട്ട് ചെയ്ത് വെച്ച് നീ കഴിക്കായിരുന്നു. ഭയങ്കര വിശപ്പ്, പ്രത്യേകിച്ച് അവന്. പക്ഷേ കയ്യിലുള്ള സാധനം വേണ്ടെന്ന് ഇവിടെ നിന്നാണ് മേടിച്ച് കഴിക്കണമെന്ന്. ഇവിടുത്തെ സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉഴുന്നുവടയ്ക്ക് എത്ര രൂപ? 130 രൂപ ഗൈസ് ഉഴുന്നുവടയ്ക്ക്. ഭയങ്കര റേറ്റാണ്. ഞാൻ കരുതി ലുലു എടുക്കാൻ തോന്നുന്നു വീഡിയോ. ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് സമയം കൂടെ ഉറങ്ങാം. നിങ്ങൾ പോ അനുപ്പുറത്ത് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു പോവാം. जो बैटरी के पानी के छू जाने पर जल जाती है। इस विमान पर 8 आपातकालीन निकास है, 2 द्वार सामने, 2 द्वार पीछे और विंग्स के ऊपर। അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് ഇനി ഒരു 4 അവർ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലോട്ടാണ് പോവായോ.
യു പറയും. താങ്ക് യു. ആ വണ്ടി ഇപ്പോൾ പോകും. അത് നോക്കി.